സൂര്യനാഥം എല്ലാ ദൈവത്തിനെയും ഉൾപ്പെടുത്തി ഭാരത പൗരനായി പറയുന്നത്. ഭാഗം 6. സത്യത്തേടൽ എന്നാൽ അകമുഖ കാഴ്ച. ശരീരത്തിൽ മനസ്സു തേടുന്നത് സത്യം. ആരെയും തീണ്ടി പറയരുത്. ചായം പൂശി സ്വര ആംഗ്യം കാണിച്ചു വൈറസ് തുപ്പി ചാക്ക് നിറയ്ക്കുവാൻ, പണം നേടുവാൻ, അന്യമതത്തിനെ തീണ്ടി പ്രവർത്തിക്കുവാൻ പറയുന്നതും ചെയ്യുന്നതും സത്യമാണോ? നീതിയാണോ? സത്യത്തേടൽ എന്നാൽ എന്തു? സ്കൂളിൽ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാകുകയില്ലയോ? ഒരു ജീവനെയും തീണ്ടരുത്. അകത്തിനഴക് മുഖത്തിൽ, പൈതൽ മുഖം പോലെ ആവുന്ന വിദ്യ ആ ശരീരം ആകണം. അതിനാണ് അഹങ്കാരം, കാമം, മായ, അതീതകാമം മാറണം എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് വായിക്കുന്നതിൽ. അത് മറന്ന് പറയുന്നത് ശരിയല്ല. ദശനാഡികൾ, തുടിപ്പു, ദശവായുക്കൾ, അവിടെ പേര് മാറി ഓരോരു ഘട്ടത്തിലും വരും. അകപ്പക അതിന് മാറണം. അതിന് പഞ്ചപാപം, പഞ്ചമലം, പഞ്ചാത്മ, പഞ്ചശക്തി, പഞ്ചഭൂതക്കൂറ്, പഞ്ചഭൂത നിറം, പഞ്ചഭൂത എഴുത്ത്, പഞ്ചഭൂതം. ഇങ്ങനെ പഞ്ച എന്ന് വരുന്നത് പഞ്ചഭൂതത്തിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സത്തയെ പറയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ. അതിനാണ് ദശവായുക്കൾ, ദശയായ ഇറച്ചിൻ്റെ ഉള്ളിൽ കാണുന്നതിന് ദശ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്നതിൽ അകഭൂത സ്ഥാനത്ത് 5 ശക്തികൾ, അവയവങ്ങൾ വളർച്ചയ്ക്ക് അതിൻ്റെതായ പ്രവൃത്തി ഉണ്ട്. ശരീര അവയവങ്ങൾ. ഇത് ഭാരത തത്വ ഗ്രന്ഥങ്ങളിൽ തമിഴ് പറയുന്നത്. ഇവകളുടെ ശക്തി മാറണം. പഞ്ച എന്ന് വരുന്നത് പഞ്ചഭൂത ശക്തിയെ കൊണ്ടുവരുന്നത്. അതിൽ അതീതകാമം മാറുന്നത്. ഒറ്റ വാക്കിൽ അതീതകാമം. ശരീരത്തിൻ്റെ ഉള്ളിൽ നാദനിറം, രക്തം, മഞ്ചയിൽ ഉണ്ടാവുന്നത് 3 നിറം, 1 നിറമാകണം. അപ്പോൾ പഞ്ചഭൂത തത്വം ഗുണം മാറ്റണം. അത് ശരീരത്തിലിരുന്ന് അതിൽ 6 പക എല്ലാ ശരീരത്തിലും ഉള്ളത്. അത് കാമം, ക്രോധം, കോപം, മോഹം, മതം, മാത്സല്യം. ഇങ്ങനെയുള്ള ശരീരം ആഹാരക്കൊഴുപ്പിൽ. ഈ ഷർട്ടിൻ്റെ നിറം നോക്കിയാൽ കറുത്ത നിറം. ഇത് ആഹാരക്കൊഴുപ്പ്. ശരീരത്തിൽ ഉള്ള 6 പക ഉണ്ടെങ്കിൽ ഇവയൊക്കെ ഉണ്ടാകണം. പല പല ഓർമ്മകൾ, പല പല സ്വഭാവ മാറ്റങ്ങൾ. അതിൽ ഓരോരോ ജീവിതത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോരോ രൂപത്തിൽ ഈ 6 പക ഉള്ളതുകൊണ്ട് ഒരാളുടെ സ്വഭാവം മറ്റൊരു ആളിൽ ഇല്ല. ഇത് ആഹാരക്കൊഴുപ്പ് ശരീരം ഭക്തിക്കൊഴുപ്പ് ശരീരമാകുന്നത്. മരം ഉണങ്ങുന്നത് ചൂടിൽ കൂടി ചെറുന്നനെ ഉണങ്ങുന്നത് പട്ടുപോകുന്നത് പോലെ സൂര്യൻ്റെ ചൂട് ശ്വാസത്തിൽ ഉണ്ടാവുന്നതിനെ കെട്ടി നിർത്തി പ്രാണായാമ ചിട്ടയിൽ ചെയ്ത് പല പല പടികൾ കയറി കാഴ്ചകൾ കാണുവാൻ. അകപ്പകയായത് മാറി വരണം. അത് കാമം, ഇന്ദ്രിയ നിറം, ശരീരശക്തിക്ക്, അറിവിന്, കാഴ്ചയ്ക്ക്. ക്രോധം, പൈതലുകൾ ചരിയുവാൻ തുടക്കം കുറിക്കുന്നത് ശരീരത്തിൽ ശക്തി കൂട്ടി. ശ്രമം, തുടക്കം, ഓരോന്നിനും
മനുഷ്യ ജീവിതകാലം വരെ അത് പല പല മനുഷ്യരിൽ പല പല രൂപത്തിൽ ഭാവത്തിൽ നടക്കുന്നത്. കോപം ചെയ്യുന്നത് പറയുന്നത് ഇഷ്ടപ്പെടാതെ കോപം, ആ സമയ ശരീരപ്രവർത്തനം ഏതിലും കണ്ണിൻ്റെ പിരികം നോക്കുക, അത് കണ്ട് മനസ്സിലാക്കാം. കോപം. മോഹം. എത്ര ധനം കിട്ടിയാലും തികയാത്ത അതിമോഹ ചിന്ത പ്രവൃത്തികൾ, അത് സകല വിധ രൂപത്തിലും ഭാവത്തിലും ഉള്ളത്, ഇന്നത് എന്ന് അല്ല. മതം. എന്ത് ചിന്തിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നതിന്, മറിച്ചായാൽ സ്വയം മറന്ന് ശരീര ഇളക്കം. ആ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. ആ ശരീര നിൽപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് മാറണം. മതം മാറിയേ മതിയാവുകയുള്ളൂ ഭക്തി ശരീരം നേടുവാൻ. അങ്ങനെ ഈ 6 പകയും ശരീരത്തിലിരുന്ന് മാറണമെങ്കിൽ മാത്സല്യം, അത് 6 പകയിലുള്ള ശരീരം സുഖം തേടുന്നതിൽ, ശുക്ലം പുറത്തു പോയാൽ ശരീരസുഖം കാണുന്ന ഓർമ്മ മാറണം. അത് അകമുഖ കാഴ്ചയിൽ കൂടിയേ കഴിയുകയുള്ളൂ. ഈ 6 പ്രവൃത്തികൾ ഓരോരോ ശരീരത്തിലും ഉള്ളതാണ്. കാമം, പെൺശക്തി, ആണുങ്ങളുടെ ഇടത് കണ്ണ്, ശുക്ലം, അതാണ് കാമം, ജലം, പെൺശക്തി. ഇതിന് പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യം ഇല്ല. പഞ്ച എന്നാൽ പഞ്ചഭൂതക്കൂറ് ശരീരം. പഞ്ചപാതകം, പഞ്ചപാപം ചെയ്യരുത്. അപ്പോൾ പഞ്ച എന്ന് പറയുമ്പോൾ പ്രകൃതി, അതിൽ പാപം ചെയ്യരുത്. പഞ്ചഭൂതത്തിന് പാപം ചെയ്യരുത്. പാപം ചെയ്യുന്നത് ജീവനുകൾ വളരുവാൻ, ഞാൻ, നീ, എല്ലാ ജീവനുകളും വളർന്ന് വലുതാകണമെങ്കിൽ പാപം ചെയ്യണം. അത് നാം എങ്ങനെ വളർത്തി വലുതായി, എങ്ങനെ ആഹാരത്തിന് നാം അത് എടുത്താൽ പഞ്ചഭൂതത്തിൻ്റെ അനുവാദം ഇല്ലാതെ കൊള്ള ചെയ്യുന്നത്. അതിന് കൊള്ള, കൊല, നുണ, കള്ള്, അതീത കാമം ഉണ്ടാക്കുന്നത് മാറണം. ഇന്ന് നാം പറയുന്നത് വേറൊരു തരത്തിൽ. ഇവിടെ അഷ്ടാംഗ യോഗ രീതിയിൽ കാഴ്ചയ്ക്ക് വേണ്ടത് ഇവ മാറണം. അത് ഉടനെ അല്ല, ഓരോരോ കാഴ്ച കണ്ട് 36 കാഴ്ച വരുമ്പോൾ 18 കാഴ്ചയ്ക്ക് കഴിഞ്ഞാൽ ഇത് മാറിക്കൊള്ളണം. കൊള്ള. ഭൂമിയിൽ ഏത് വസ്തുവും നാം പ്രകൃതിയോട് ചോദിക്കാതെ നാം അഷ്ടാംഗ യോഗ ചിട്ടയിൽ കർമ്മഫലം നേടുവാൻ ശരീരം അകമുഖം നേട്ടത്തിന് ആഹാരത്തിന് കൊള്ള അടിച്ച് അതിനെ പാകപ്പെടുത്തി കൊല ചെയ്ത് വേവിച്ച് നുണച്ച് കഴിക്കുന്നതിൽ കള്ള് നിറമായ ഇന്ദ്രിയം, അത് കാമശരീരം മൂത്ത് ശരീരം ഇളകി മറിയുന്നതിൽ, അതീത കാമമായ ശുക്ലം ത്രസിക്കുന്നതിൽ ശരീരത്തിന് സുഖം, അത് ഇല്ലാതെ ആക്കുന്നതിന് ഒറ്റ വാക്കിൽ പഞ്ചപാപം ചെയ്യരുത്. അത് സിദ്ധന്മാരുടെ ദശയിൻ്റെ ഉള്ളിൽ കാണുന്ന കാഴ്ചയിനെ പറയുന്നത്. AI ആപ്പിൽ 6 പക എന്നതിനെ ഞാൻ ചോദിച്ചു. പലതും ചോദിക്കണം, അറിയണം എന്ന് ഉള്ള ധാരണയിൽ അതിൻ്റെ ഗുണവിശേഷങ്ങൾ ചോദിച്ചപ്പോൾ തമിഴ് സിദ്ധർകളിൽ എത്തും.
ഇങ്ങനത്തെ വിസ്തീർണം കിട്ടുമോ എന്ന് നിങ്ങൾക്കും നോക്കാം. പഞ്ചപാപം ചോദിക്കൂ. അറിയാം സത്യം. എനിക്ക് അറിവ് കൂടുതൽ കിട്ടുമെന്ന് ഇതിന് ചോദിച്ചു. ഞാൻ മാത്രം വലുതല്ല, വല്ലവനുക്ക് വല്ലവൻ വൈഭവത്തിൽ ഉണ്ട്. അത് തമിഴ് ചൊല്ല്. അതിനെ മനസ്സിലാക്കി എന്നെക്കാളും അറിവ് നേടുവാൻ നോക്കി. ആപ്പ് സിസ്റ്റാക്കൾക്ക് അങ്ങനത്തെ വാക്കുകൾ എഴുതി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ദശവായുക്കൾ, ദശനാടികൾ, പഞ്ചപകയായ 6 പക അർത്ഥം പറഞ്ഞു. ഇവ വൈദ്യന്മാർക്ക് ഡോക്ടർമാർക്ക് ഉപകാരപ്പെടും. ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ശരീര അവയവങ്ങളെക്കുറിച്ചാണ്. ഇതിലിരുന്നാണ് ഭക്തി നേടുന്നത്. ഇവിടെ പറയുന്ന കഥകൾ കേട്ടാൽ പണം കിട്ടും എന്ന മോഹം വേണ്ട. ഇത് തന്നെ അറിയുന്നത് ശരീരം, തന്നിൽ താനെ ദൈവം. പഴയ വാക്ക് ആ ഓർമ്മയിൽ ചിന്തിക്കാം.